കോഴിക്കോട് സമൂഹമാധ്യമത്തിൽ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്ന കേസിൽ CPM ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസ്. പേരാമ്പ്ര നൊച്ചാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എടവന സുരേന്ദ്രനെതിരെയാണ് കേസെടുത്തത്. വ്യാജ പോസ്റ്റ് നിർമ്മിച്ച് സമൂഹമാധ്യമത്തിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് FIR. മന്ത്രി PK ബഷീറിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയെന്നായിരുന്നു പരാതി. വിശദാംശങ്ങളുമായി സരീഷ് ഉണ്ട് കോഴിക്കോട് നിന്നും. സരീഷ്, ഈ വ്യാജ പ്രചരണം എന്ന് പറയുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പരാതി? എങ്ങനെയാണ് കേസ്? ആരോഗ്യവകുപ്പിനെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടക്കുന്നതിനിടയിലാണ് പേരാമ്പ്ര നൊച്ചാട് ലോക്കൽ സെക്രട്ടറിയായ എടവന സുരേന്ദ്രൻ ഒരു കാർഡ് പോസ്റ്റ് ചെയ്യുന്നത്. അതൊരു സ്വകാര്യ ചാനലിന്റെ കാർഡ് എന്ന രീതിയിലാണ് ആ കാർഡ് പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പടച്ചോന്റെ ആയുസിന്റെ കണക്ക് എത്തിയാൽ മരിക്കും, അതിന് ആരോഗ്യമന്ത്രിയുടെ മേൽ കുതിര കയറേണ്ടതില്ല എന്ന പ്രസ്താവനയും അതോടൊപ്പം തന്നെ PK ബഷീറിന്റെ ഫോട്ടോയും, മന്ത്രി PK ബഷീറിന്റെ ഫോട്ടോയും ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ അത് ചാനൽ പുറത്തുവിട്ടതായിരുന്നില്ല, മറിച്ച് വ്യാജമായി ഉണ്ടാക്കിയ ഒരു പോസ്റ്റ് ആയിരുന്നു. അത് ഷെയർ ചെയ്തതിനാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ നൊച്ചാട് സ്വദേശിയായ ഇസ്മയിൽ മലയിലിന്റെ പരാതിയിലാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുക്കുകയും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത്. നിലവിൽ ആസൂത്രിതമായി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, ബോധപൂർവമായി സൈബർ ഇടങ്ങളിൽ ഇടപെടുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ നമ്മൾ കാഫിർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നേരത്തെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു നിർദ്ദേശം നേതാക്കൾക്ക് നൽകുകയും ചെയ്തിരുന്നു. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തുന്ന എല്ലാ പോസ്റ്റുകളും ഷെയർ ചെയ്യരുത് എന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തന്നെ ഒരു നിർദ്ദേശം നേതാക്കൾക്കൊക്കെ നൽകിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു വ്യാജ പോസ്റ്റ് ലോക്കൽ സെക്രട്ടറി തന്നെ ഷെയർ ചെയ്യുകയും അത് കേസിലേക്ക് നയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സരീഷ് PK ആണ് വിശദാംശങ്ങൾ നൽകിയത്.